പ്രതികരിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി. ഇതിന് വ്യക്തിപരമായി വലിയ വില കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറെന്നും പ്രധാനമന്ത്രി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. വിസ്ഫോടന ദുരന്തത്തിൽ വിറങ്ങലിച്ച് ഉത്തരാഖണ്ഡിലെ ധാരാലിയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുന്നു. ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തേക്കും. മിന്നൽ പ്രളയത്തിൽ 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ BJPയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ചില തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു. വോട്ടർ പട്ടികയിലും പോളിംഗിലും തിരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിലും സംശയമെന്നും രാഹുൽ ഗാന്ധി. നടി ശ്വേതാ മേനോനെതിരായ FIR സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. തുടർ നടപടികൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസ് VJ അരുൺ പുറത്തിറക്കിയത്. കേസിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധന കേസിൽ പ്രതി CM സെബാസ്റ്റിനെ വീണ്ടും ക്രൈംബ്രാഞ്ചിന് കൈമാറി. റിമാൻഡ് കാലാവധി തീരുന്ന ഈ മാസം 12 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. നിയമസഹായത്തിന് സർക്കാർ അഭിഭാഷകനെ വേണമെന്ന് സെബാസ്റ്റ്യൻ കോടതിയിൽ ആവശ്യപ്പെട്ടു.